എല്ലാവർക്കും വാസന മീഡിയയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ പുതിയ വർഷം തുടക്കമാണ്, ചിങ്ങപ്പുലരിയാണ് ഇന്ന്. ഇപ്പം ഞാനിവിടെ എല്ലാവർക്കും പുതുവർഷ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, പുതിയ വർഷമായതുകൊണ്ട് വ്യാഴത്തിനെ കൊണ്ടുള്ള ഫലങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. അതായത് വ്യാഴമാണല്ലോ നമുക്ക് മുഖ്യമായിട്ടും നമുക്ക് അനുഗ്രഹം വേണ്ടത്, വ്യാഴത്തിൻ്റെ തന്നെയാണ്, ബൃഹസ്പതിയുടെ അനുഗ്രഹമാണ് നമുക്ക് വേണ്ടത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം മിഥുനം രാശിയിലാണ് വ്യാഴവും അതായത് ബൃഹസ്പതിയും ശുക്രനും സ്ഥിതി ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ വ്യാഴത്തിന് 5, 7, 9 പ്രഥമ ദൃഷ്ടികൾ പറയുന്നത്. അപ്പോൾ 5, 7, 9 ആവുമ്പോൾ മിഥുനം രാശിയിൽ വ്യാഴം ബൃഹസ്പതി നിൽക്കുന്നു, ശുക്രൻ നിൽക്കുന്നു. അപ്പോൾ അവർക്ക് ജന്മത്തിൽ നിൽക്കുക എന്ന് പറയും, മിഥുന കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും. അപ്പോൾ ഇവിടെ അവരുടെ ജന്മത്തിൽ വ്യാഴം ശുക്രനും നിൽക്കുന്നു. നല്ല ഫലമാണ്, ജന്മത്തിൽ വ്യാഴമൊക്കെ നിൽക്കണമെന്നാണ്. അപ്പോൾ അതിൻ്റെ ഫലം അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് കിട്ടുന്നുണ്ടാവും. അത് നമ്മുടെ ഈ വ്യാഴം നമുക്ക് നിൽക്കുന്നത്, അതായത് ഒക്ടോബർ 19 വരെ, ഈ വർഷം ഒക്ടോബർ 19 വരെ വ്യാഴം മിഥുനം രാശിയിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കർക്കിടകം രാശിയിലോട്ട് രാശി മാറ്റമാണ്. അപ്പം ഇപ്പം മിഥുനക്കാർക്ക്, മിഥുനം ലഗ്നം മിഥുനം രാശിക്കാർക്ക് ജന്മത്തിൽ വ്യാഴമാണ്. അപ്പം ഇനി ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ വ്യാഴം ആദ്യം ദൃഷ്ടി ചെയ്യുന്നത് 5ലേക്കാണ്. ഈ മിഥുനത്തിൽ നിന്നിട്ട് 5ലേക്ക് നമ്മൾ ദൃഷ്ടി ചെയ്യുമ്പോൾ തുലാം രാശിയിലേക്കാണ് 5ാം ദൃഷ്ടി വരുന്നത്. അപ്പം മിഥുനം ലഗ്നം മിഥുനം രാശിക്കാർക്ക് 5ാം ഭാവം സന്താനഭാവം ഒക്കെയാണ്. അപ്പോൾ അവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിൽപ്പില്ല, വ്യാഴം അവിടെ നിൽക്കുന്നില്ല, വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 5ാം ഭാവം സന്താനഭാവത്തിൽ വ്യാഴത്തിന് ദൃഷ്ടി വരുമ്പം ഈ മിഥുന രാശിക്കാർക്കും മിഥുന കൂറുകാർക്കും ഒക്കെ സന്താനത്തിന് കുറച്ച് ഉയർച്ചകളും സന്താനത്തിന് നല്ല ഫലങ്ങളൊക്കെ പറയുന്നുണ്ട്. വ്യാഴം അവിടെ 5ാം ഭാവത്തിൽ നിന്നാൽ ദോഷമാണ് പറയുന്നത്, ഇവിടെ നിൽക്കുകയല്ല, വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണ്. 5ാം ഭാവം മിഥുന രാശിക്കാർക്കല്ലേ മിഥുന കൂറുകാർക്ക് 5ാം ഭാവം. അത് കഴിഞ്ഞാൽ പിന്നെ ധനു രാശി 7ാം ഭാവമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ധനു രാശി 7ാം ഭാവമായിട്ട് വരുമ്പോൾ അവിടെ ദാമ്പത്യം കളത്ര ഭാവത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി. അപ്പം ഈ മിഥുനക്കൂറ് മിഥുന രാശിക്കാർക്ക് കളത്ര ഭാവത്തിലേക്ക്, ദാമ്പത്യ ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും ദാമ്പത്യത്തിൽ ഉയർച്ച, ദാമ്പത്യത്തിൽ കുറച്ച് സ്നേഹം കൂടുതലും, ദാമ്പത്യത്തിന് കുറച്ച് ഗുണങ്ങളും, ദാമ്പത്യപരമായിട്ട് കളത്രം, അതായത് കലഹവും വഴക്കും ഒക്കെ ആയിട്ട് നിന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്കത്, ആ കലഹമൊക്കെ മാറി നല്ല സമയം അവർക്ക് വരും. അത് ഞാനീ പറഞ്ഞത് ഒക്ടോബർ 19 വരെയുള്ള കാലഘട്ടമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ അവർക്ക് 9ലേക്കാണ്. 9ാം ഭാവം എന്ന് പറയുമ്പോൾ പിതാഭാവം, ഭാഗ്യസ്ഥാനം, ആശീർവാദം, ഈശ്വരാനുഗ്രഹ ഭാവമൊക്കെയാണ്. അത് കുംഭം രാശിയിലേക്കാണ് 9ാം ഭാവത്തിൻ്റെ ദൃഷ്ടി വരുന്നത്. അപ്പോൾ ഈ മിഥുന രാശിക്കാർക്കൊക്കെ 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫലമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഒക്ടോബർ 19 വരെയുള്ള വ്യാഴത്തിനെ കൊണ്ടുള്ള മിഥുന രാശിക്കാരുടെ, മിഥുന ലഗ്നക്കാർക്ക് വരുന്ന ഫലങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവർക്ക് സന്താനഭാവവും കളത്രഭാവത്തിലും ഭാഗ്യസ്ഥാനത്തും ഒക്കെ നല്ല ഗുണങ്ങളുണ്ടാവും. അതുപോലെ നമ്മൾ കർക്കിടകത്തിനെ കൊണ്ട് പറയുമ്പം, കർക്കിടകത്തിന് ഈ വ്യാഴത്തിൻ്റെ 5ാം ഭാവം ദൃഷ്ടി പതിക്കുന്നത് കർക്കിടക രാശിക്കാർക്ക് 4ാം ഭാവമായിട്ടാണ്. അപ്പം 4ാം ഭാവം മാതാവ്, ഗ്രഹം, വീട്, വാഹനം, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഭാഗമാണ് കർക്കിടക രാശിക്കാർക്ക്. അപ്പോൾ ഈ 4ാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫലമാണ്. അതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ 6ാം ഭാവം അവർക്ക് ധനുരാശി ശത്രുസ്ഥാനമായിട്ട് വ്യയം ആണ്. അപ്പം നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ, ഈ വേണ്ടാത്ത ചെലവുകളും കാര്യങ്ങളും ഒക്കെ വന്നു ഭവിക്കാനുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വ്യാഴം 6ാം ഭാവത്തിൽ വ്യയഭാവത്തിൽ നിന്നാൽ നമുക്ക് ഗുണം ചെയ്യുന്നില്ല. പിന്നെ വരുന്നത് നമുക്ക് കർക്കിടകക്കാർക്ക്
9ാം ഭാവമായിട്ട് വരുന്നത് കർക്കിടകക്കാർക്ക് 8ആണ്, അഷ്ടമഭാവമാണ്. അവിടെ ആയുസ്സും ആരോഗ്യമൊക്കെ വല്ല അസുഖങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ അവിടെ വന്നു കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയൊക്കെ അവിടെ വരുന്നതുകൊണ്ട് അവിടെ രാഹു നിൽപ്പുണ്ട്. ഇപ്പോൾ രാഹു നിൽക്കുന്നതുകൊണ്ട് അഷ്ടമഭാവത്തിൽ നിൽക്കുന്ന രാഹുവാണ്. അപ്പോൾ അവർക്ക് നാഗപ്രീതിയും സർപ്പപ്രീതിയും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ ആയുസ്സും ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത്. അസുഖമൊക്കെ ഉള്ളവർക്ക് അത് ഭേദമാകാനുള്ള യോഗമൊക്കെ വരും. അതുപോലെ തന്നെ അടുത്തത് നമ്മൾ ചിങ്ങം ചിങ്ങം രാശിക്കാരുടെയാണ്. ചിങ്ങം ലഗ്നത്തിൻ്റെ ഫലമാണ് നമ്മൾ പറയുന്നത്. അവർക്ക് 3ാം ഭാവത്തിലാണ് വ്യാഴത്തിൻ്റെ പ്രഥമ ദൃഷ്ടി വരുന്നത്. അപ്പോൾ അവിടെ 3ാം ഭാവം എന്ന് പറയുമ്പോൾ നമ്മൾ സഹോദര ഭാവമൊക്കെയാണ്, ഭ്രാതൃഭാവം. അപ്പോൾ സഹോദരങ്ങളുമായിട്ട് ഇപ്പോൾ കലഹിച്ച് നിന്നവരൊക്കെ ഒരുമിക്കാനുള്ള യോഗമൊക്കെ പറയുന്നുണ്ട്. പിന്നെ സഹോദരങ്ങൾക്ക് ഗുണം ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞാൽ അവർക്ക് 5ാം ഭാവമായിട്ട് വരുന്നത് ധനുരാശിയാണ്. ധനുരാശി 5ാം ഭാവമായിട്ട് വരുമ്പോൾ അവിടെ സന്താനങ്ങൾക്ക് നല്ല കാര്യങ്ങളൊക്കെ നടക്കാനുള്ള യോഗമൊക്കെ ഉണ്ട്. കുട്ടികളുടെ പഠിത്തവും കുട്ടികളുടെ ജോലിയായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ളതിനൊക്കെ അതിനൊക്കെയുള്ള യോഗം ഇവിടെ പറയുന്നുണ്ട്. വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. പിന്നെ അവർക്ക് 6, 7ാം ഭാവം, 7ാം ഭാവമായിട്ട് വരുന്നത് കുംഭം രാശിയാണ്. കുംഭം രാശി അവർക്ക് 7ാം ഭാവമായിട്ട് വന്നിട്ട് അപ്പോൾ കളത്രഭാവത്തിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി. ചിങ്ങം ലഗ്നം, ചിങ്ങക്കൂറുകാരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ 7ാം ഭാവം കുംഭം രാശിയായിട്ട് അവിടെ വന്നിട്ട് അവർക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നത് നല്ലത് തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കന്നി ലഗ്നക്കാരാണ്. കന്നി ലഗ്നക്കാർക്ക് വ്യാഴത്തിൻ്റെ 5ാം ദൃഷ്ടി എന്ന് പറയുമ്പോൾ അവർക്ക് 2ലാണ് വരുന്നത്. 2ാം ഭാവം ധനഭാവമാണ്, വാക്ക് വിദ്യ ഒക്കെയാണ്, കുടുംബം ഒക്കെയാണ്. അപ്പോൾ 2ാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് തീർച്ചയായിട്ടും കന്നി രാശിക്കാർക്ക് ധനപരമായിട്ടും കുടുംബത്തിൽ ഐശ്വര്യപ്രദമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നടക്കാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അവർക്ക് 4ാം ഭാവമാണ്. 7ാം ഭാവം, അതായത് വ്യാഴത്തിൻ്റെ 7ാം ദൃഷ്ടി, 7ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി കന്നി ലഗ്നക്കാർക്ക് 4ാം ഭാവമായിട്ടാണ്. വീട്, വാഹനം, മാതാവ്, മാതുലേന് ഇതൊക്കെയാണ്. അപ്പോൾ ആ ഭാഗങ്ങൾക്കൊക്കെ പുഷ്ടി ഉണ്ടാകാനുള്ള സാധ്യത പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വ്യാഴത്തിൻ്റെ 9ാം ദൃഷ്ടി, 3ാമത്തെ ദൃഷ്ടി എന്ന് പറയുന്ന കുംഭം രാശി അവർക്ക് വ്യയഭാവത്തിലേക്കാണ്. അപ്പോൾ അവിടെ രാഹു നിൽപ്പുണ്ട്. അപ്പം വ്യാഴം അവിടെ വ്യയഭാവത്തിൽ നിൽക്കുന്നുണ്ട്. വേണ്ടാത്ത ചെലവുകളൊക്കെ വന്നു പെടാനുള്ള യോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അടുത്തത് തുലാം രാശിക്കാരുടെ, തുലാം ലഗ്നം തുലാം കൂറുകാരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ തുലാം രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ ആദ്യത്തെ ദൃഷ്ടി, 5ാം ഭാവത്തിലോട്ടുള്ള ദൃഷ്ടി അവർക്ക് ജന്മത്തിലാണ്. അവരുടെ ജന്മത്തിൽ വന്ന് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ലതാണ്. തുലാം രാശിക്കാർക്ക്, തുലാം ലഗ്നക്കാർക്കൊക്കെ അതുകൊണ്ട് ഫലങ്ങളുണ്ടാവും. നല്ല ഫലങ്ങളായിരിക്കും അവർക്ക് കിട്ടുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ 2ാമത്തെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി അവർക്ക് 3ാം ഭാവത്തിലാണ്, ഭ്രാതൃഭാവത്തിലാണ്. അപ്പോൾ ആ സഹോദരങ്ങളുമായിട്ടും ഒത്തുചേർന്ന് പോകാനുള്ള ഫലവും യോഗവും ഒക്കെ ഉണ്ടാവും. സഹോദരങ്ങൾക്ക് ഉന്നതിയൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് 3ാമത്തെ ദൃഷ്ടി എന്ന് പറയുന്നത് 9ാം ഭാവത്തിലോട്ടുള്ള ദൃഷ്ടി എന്ന് പറയുന്നത് ഇവർക്ക് 5ാം ഭാവമാണ്, സന്താന ഭാവത്തിലേക്കാണ്. അപ്പോൾ സന്താന ഭാവത്തിലേക്ക് നിൽക്കുമ്പോൾ സന്താനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ഉന്നതിയും ഉന്നമനവും വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിയും ഒക്കെ അവർക്ക് പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ വൃശ്ചികം രാശി, വൃശ്ചികക്കൂറാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ 2ാമത്തെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ 7ാം ഭാവത്തിലോട്ടുള്ള ദൃഷ്ടി വൃശ്ചികക്കൂറുകാർക്ക് 2ാം ഭാവമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2ാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് ധനപരമായിട്ടുള്ള കാര്യങ്ങൾ, വീട്ടിൽ കുടുംബത്തിൽ നല്ല കാര്യങ്ങളൊക്കെ നടക്കാനും ധനപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ മാറി പഴയതിനേക്കാട്ടിലും കുറച്ചുകൂടെ നമുക്ക് ഉന്നമനമൊക്കെ വരുന്ന ഒരു യോഗം അല്ലെ അതിനുള്ള ഒരു അവസരമൊക്കെ കാണുന്നതായിട്ട് പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ അവർക്ക് 4ാം ഭാവത്തിലേക്കാണ് 3ാമത്തെ ദൃഷ്ടി, 9ാം ഭാവത്തിലോട്ടുള്ള ദൃഷ്ടി. അതായത് വൃശ്ചികക്കൂറുകാർക്ക് 4ാം ഭാവമാണ്. വീട്, വാഹനം, മാതാവൊക്കെയാണ്, വാഹനം, മാതുലേന്. അപ്പോൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്കും വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക
ലഗ്നക്കാർക്കും അതിൻ്റെ ഗുണം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ധനു ധനു ലഗ്നക്കാർക്ക് വ്യാഴത്തിൻ്റെ രണ്ടാമത്തെ ദൃഷ്ടി, 7ാം ഭാവത്തിലുള്ള ദൃഷ്ടി ധനു രാശിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ജന്മത്തിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ജന്മത്തിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വന്നാൽ അത് നല്ല ഫലങ്ങളാണ് തരിക. പിന്നെ അതിനുശേഷം 3ാമത്തെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ 9ലോട്ടുള്ള ദൃഷ്ടി അവർക്ക് 3ാം ഭാവം ഭാതൃഭാവത്തിലേക്കാണ്, സഹോദര ഭാവത്തിലേക്കാണ്. അപ്പോൾ സഹോദരങ്ങൾക്കൊക്കെ നല്ലതാവും. സഹോദരങ്ങളുമായിട്ട് കലഹവും സഹോദരങ്ങളെ കൊണ്ട് ഗുണമൊക്കെ ഉണ്ടാകാനുള്ള യോഗം ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മകരം രാശിക്കാർക്ക്, മകരം ലഗ്നക്കാർക്ക് 2ലാണ് വ്യാഴത്തിൻ്റെ 3ാം ഭാവം ദൃഷ്ടി വന്നിരിക്കുന്നത്. മകരം രാശിക്കാർക്ക്, മകരക്കൂറുകാർക്ക് 2ലേക്കാണ്, ധനഭാവത്തിലേക്ക്, കുടുംബം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല ഫലമാണ് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 കർമ്മസ്ഥാനത്ത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. ആർക്ക്? മകരക്കൂറുകാർക്ക്. അതായത് വ്യാഴത്തിൻ്റെ ആദ്യത്തെ ദൃഷ്ടി, 5ാം ഭാവത്തിലോട്ടുള്ള ദൃഷ്ടി ഈ മകരക്കാർക്ക് കർമ്മഭാവമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കർമ്മസ്ഥാനത്ത് ഉയർച്ച, കർമ്മസ്ഥാനത്ത് പുഷ്ടിയൊക്കെ ഉണ്ടാകാനുള്ള യോഗം പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുംഭം രാശി, കുംഭം കൂറുകാർക്ക് നമ്മൾ പറയുമ്പോൾ വ്യാഴത്തിൻ്റെ 3ാമത്തെ ദൃഷ്ടി, അതായത് 9ാം ഭാവത്തിലെ ദൃഷ്ടി കുംഭത്തിലാണ്. അപ്പോൾ അവർക്ക് ജന്മത്തിൽ, അപ്പോൾ ഈ കുംഭം രാശി കുംഭക്കൂറുകാർക്ക് ജന്മത്തിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വന്നിട്ടുള്ള സമയമാണ്, നല്ലതാണ്. രാഹു അവിടെ ജന്മത്തിൽ നിൽപ്പുണ്ട്. അപ്പോൾ രാഹു പൂജ, നാഗപ്രീതിയൊക്കെ നടത്തി ചെയ്യുന്നത് നല്ലതായിരിക്കും. അവർക്ക് വ്യാഴത്തിൻ്റെ പിന്നെ ദൃഷ്ടി കുംഭക്കാർക്ക് വരുന്നത് 1, 2, 3, 4, 5, 6, 7, 8, 9. അവർക്ക് 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത്, കുംഭം രാശിക്കാർക്ക് ഭാഗ്യസ്ഥാനത്ത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഭാഗ്യത്തിന് വഴിയൊരുക്കും. പിതാവിനും ഭാഗ്യകടാക്ഷങ്ങളും, പിതാവുമായിട്ട് നല്ല രീതിയിൽ ഒത്തുപോകാനും, പിതാവിന് സുഖകരമായിട്ടുള്ള ആരോഗ്യവും കാര്യങ്ങളുമൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം അവർക്ക് 11 വ്യാഴത്തിൻ്റെ 2ാമത്തെ ദൃഷ്ടി എന്ന് പറയുമ്പം അവർക്ക് 11 വന്നിട്ടുണ്ട്. ലാഭഭാവത്തിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ, പൈസയും കാര്യങ്ങളും ഒക്കെ, ധനമൊക്കെ കാര്യങ്ങളായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ വന്നു ഭവിക്കാനുള്ള യോഗം പറയുന്നുണ്ട്. അപ്പം കുംഭത്തിൻ്റെ ഇതാണ് ഫലം. അത് കഴിഞ്ഞാൽ മീനത്തിന് നമ്മൾ പറയുമ്പോൾ, മീനം രാശിക്കാർക്ക്, അല്ലെ മീനം കൂറുകാർക്ക് 1, 2, 3, 4, 5, 6, 7, 8 അഷ്ടമത്തിലാണ് വ്യാഴത്തിൻ്റെ ആദ്യത്തെ ദൃഷ്ടി വന്നിരിക്കുന്നത്. 5ാം ഭാവം വ്യാഴത്തിൻ്റെ ആദ്യത്തെ ദൃഷ്ടി അവർക്ക് അഷ്ടമത്തിലാണ്. പിന്നെ 10ാം ഭാവത്തിൽ അവർക്ക് കർമ്മസ്ഥാനത്ത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി പറയുന്നുണ്ട്. ധനുവിലേക്കുള്ള 2ാമത്തെ ദൃഷ്ടി, അത് മീനക്കൂറുകാർക്ക് 10ാം കർമ്മസ്ഥാനത്തുള്ള ഫലം പറയുന്നുണ്ട്. അപ്പോൾ കർമ്മസ്ഥാനത്ത് ആ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് നല്ലതാണ്. കർമ്മപരമായിട്ട് പുഷ്ടി ഉണ്ടാവും. അതായത് കുറച്ച് ഉയർച്ചകളും, പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഈ സമയത്ത് പുതിയ ജോലി ലഭിക്കാനുള്ള യോഗവും, അല്ലെങ്കിൽ ഈ ജോലിയിൽ നിൽക്കുന്നതോടൊപ്പം തന്നെ ആ ജോലിയിൽ എന്തെങ്കിലുമൊക്കെ ഉന്നതി, ഉയർച്ചയ്ക്കൊക്കെ യോഗം പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ 12ലാണ് 3ാമത്തെ ദൃഷ്ടി വരുന്നത്. 12ാം ഭാവമാണ്, അത് വ്യയഭാവത്തിലാണ്. അപ്പോൾ അവിടെ നമുക്ക് അതായത് നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന ചില ചെലവുകളൊക്കെ നമുക്ക് വന്നു ചേരും, വന്നു ഭവിക്കാനുള്ള യോഗം പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മേടം കൂറുകാർക്ക് നമ്മൾ പറയുമ്പോൾ, മേടക്കൂറുകാർക്ക് 7ലാണ് ആദ്യത്തെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി, തുലാം രാശിയിലെ ദൃഷ്ടി, ആദ്യത്തെ ദൃഷ്ടി വരുന്നത് 7ാം ഭാവം കളത്രഭാവത്തിലാണ്. അപ്പോൾ ദാമ്പത്യപരമായിട്ടും കുടുംബപരമായിട്ടും ഒക്കെ നല്ല സ്വരച്ചേർച്ചയും നല്ല സന്തോഷമായിട്ടൊക്കെ പോകാനുള്ളത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മേടക്കൂറുകാർക്ക് 9ാം ഭാവത്തിലാണ് 2ാമത്തെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വന്നിരിക്കുന്നത്. ഭാഗ്യസ്ഥാനത്താണ്. പിതാഭാവം, ഭാഗ്യ, ഈശ്വരാധീനമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഈശ്വരാധീനം കാര്യങ്ങളുമൊക്കെ നമുക്ക് വരുന്നതായിട്ട് അനുഭവപ്പെടും. പിന്നെ അത് കഴിഞ്ഞാൽ 11 ലാഭസ്ഥാനത്ത് വ്യാഴത്തിൻ്റെ 3ാമത്തെ ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ വ്യാഴത്തിൻ്റെ ദൃഷ്ടി അവിടെ വരുന്നതുകൊണ്ട് നമുക്ക് ലാഭകരമായ ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വന്ന് ഭവിക്കാനുള്ള യോഗം പറയുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഇടവം രാശിക്കാർക്ക് നമ്മൾക്ക് വ്യാഴം നിൽക്കുന്നത് 2ലാണ്, നല്ല ഭാവത്തിലാണ്, ധനഭാവത്തിലാണ്. ധനം, വാക്ക്, വിദ്യ, കുടുംബം, ഇതൊക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇടവം രാശിക്കാർക്ക് വ്യാഴം 2ലുണ്ട്. പിന്നെ
രണ്ടാമത്തെ ദൃഷ്ടി എന്ന് പറയുന്നത് നഷ്ടഭാവത്തിലാണ്, ശത്രുസ്ഥാനത്താണ്, വ്യയഭാവത്തിലാണ്. അപ്പോൾ അവിടെ നമുക്ക് ചില അവിചാരിതമായിട്ടുള്ള ചില ചെലവുകളും നഷ്ടങ്ങളും ഒക്കെ വരാനുള്ള യോഗം പറയുന്നുണ്ട്. പിന്നെ അഷ്ടമത്തിലാണ്, പിന്നെ രണ്ടാമത്തെ ദൃഷ്ടി വ്യാഴത്തിൻ്റെ വന്നിരിക്കുന്ന അഷ്ടമത്തിലാണ്. അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ അസുഖമുള്ളവർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് അസുഖത്തിന് ഭേദം ഒക്കെ ആവും, കുറച്ച് ആശ്വാസമൊക്കെ ലഭിക്കുന്ന സമയമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇടവക്കാർക്ക് 10ാം കർമ്മസ്ഥാനത്ത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി, മൂന്നാമത്തെ ദൃഷ്ടി കർമ്മസ്ഥാനത്താണ്. അപ്പോൾ കർമ്മസ്ഥാനത്ത് പുഷ്ടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള യോഗം പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലതായിട്ട് വരും. കർമ്മസ്ഥാനത്ത് എന്തെങ്കിലുമൊക്കെ ഉയർച്ചയ്ക്കുള്ള യോഗം പറയുന്നുണ്ട്. പക്ഷേ ഇതോടൊപ്പം തന്നെ നമ്മൾ വിഷ്ണുവിനെയൊക്കെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്യണം. അതുപോലെ തന്നെ ഇടവത്തിൻ്റെയാണ് നമ്മൾ ഈ പറഞ്ഞു നിർത്തിയത്. ആദ്യം മുതൽ നമ്മൾ മിഥുനത്തിൻ്റെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് ഒക്ടോബർ 19 വരെയുള്ള കാലഘട്ടം വരെയാണ് ഈ വ്യാഴം അവിടെ സ്ഥിതി ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കർക്കിടകത്തിലേക്ക് വ്യാഴം ചലിക്കുകയാണ്, രാശിമാറ്റം ഉണ്ടാവുകയാണ്. അപ്പം അതിൻ്റെ ഫലം വേറെ ആയിരിക്കും. ഈ മിഥുനത്തിൽ നിൽക്കുന്ന സമയത്തുള്ള വ്യാഴത്തിൻ്റെ മാത്രം പ്രഥമ വ്യാഴത്തിൻ്റെ ദൃഷ്ടികൾ വെച്ചുകൊണ്ടുള്ള ഫലങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. ചിങ്ങം നമുക്ക് പുതുവർഷം ആയതുകൊണ്ടാണ് വ്യാഴത്തിനെ കൊണ്ട് ഈ ഫലങ്ങളൊക്കെ ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വീണ്ടും വീണ്ടും പുതുവർഷ ആശംസകൾ നേർന്നുകൊണ്ട് ഹരി ഓം ഹരി ഓം ഹരി ഓം.